സബ് കളക്ടറായ ദിലീപ് കൈനിക്കരക്ക് നേരെ വലിയ വിദ്വേഷമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. മൂപ്പര് പറഞ്ഞ ഒരു കാര്യതാണ്, മലപ്പുറം ജില്ല വിഭജിക്കണമെന്നുള്ള ഒരു കാര്യം മൂപ്പര് പറഞ്ഞു. അതോടുകൂടി അയാൾക്കെതിരെ വലിയ വിദ്വേഷ പ്രചരണമാണ് നടക്കുന്നത്. അത് ദിലീപ് കൈനിക്കര എന്നായതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അയാൾ രക്ഷപ്പെടുന്നുണ്ട്. അത് മൂപ്പര് എടുത്ത് പറയുന്നുണ്ട് ആ പേരിന്റെ പ്രിവിലേജിനെ കുറിച്ച്. ഏതായാലും അദ്ദേഹം ഇത് പറഞ്ഞതോടുകൂടി മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞതോടുകൂടി അയാൾ സുഡാപ്പിയായി. അതായത് മലപ്പുറം എന്ന് പറഞ്ഞാൽ ഏതോ പാകിസ്ഥാനിൽ കിടക്കണ ഒരു സ്ഥലമാണ് എന്നുള്ള കോലത്തിലാണ് സംഘികൾ ഇതിനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ച് ഇവിടുത്തെ നാട്ടുകാരായ മലപ്പുറത്ത് ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും ബോധ്യമുണ്ട്. എന്ത്, ഇവിടെ ഭയങ്കരമായ വ്യാവസായിക, ആരോഗ്യ, വിദ്യാഭ്യാസ പരമായ ഒരുപാട് കാര്യങ്ങൾ നടക്കാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് മനസ്സിലാക്കിയിട്ടാണ് SDP ആ വിഷയം ഉന്നയിച്ചുകൊണ്ട് എത്രയോ വർഷങ്ങളായിട്ട് സമരം നടത്തിയും പ്രതിഷേധിച്ചും അത് വരണം, അങ്ങനെ തന്നെ വരണം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നൊരവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് സത്യത്തിലൊരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിൻ്റെ ഒരു പ്രശ്നമല്ല. ഇത് ഈ നാടനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇത് വിഭജിച്ച് കഴിഞ്ഞാൽ, ജില്ല രണ്ടായി വിഭജിച്ചാൽ ജനസാന്ദ്രത അനുസരിച്ച് ഒക്കെ കണക്കൂട്ടിയാലും 2 ജില്ലക്കുള്ള സാമ്പത്തിക സഹായം വരുന്നതോട് കൂടി, അതേപോലെ തന്നെ ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടുന്നതോട് കൂടി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ കൂടുന്നതോട് കൂടി ഇവിടുത്തെ ഒരു പ്രയാസങ്ങൾ നീങ്ങും. ഇത് മനസ്സിലാക്കിയിട്ടാണ് കാലങ്ങളായിട്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ ദിലീപ് കൈനിക്കര എന്ന് പറയുന്ന സബ് കളക്ടർ ജില്ല വിഭജിക്കണമെന്ന് അടിസ്ഥാനപരമായി പറഞ്ഞതിനെ ആലോചിച്ച് നോക്കൂ. വിദ്വേഷത്തിന്റെ അങ്ങേ അറ്റത്ത് കൊണ്ടുപോയി സുഡാപ്പിയാക്കി മൂപ്പരെ ഇരുത്തിയിരിക്കാണ്. അപ്പോൾ പലരും ചോദിക്കലുണ്ട് എന്നോട്, അന്നൊക്കെ സുഡാപ്പി എന്നാണ് വിളിക്കണത്. ആ കാര്യം പറയുന്നവനെ സുഡാപ്പി തന്നെയാണ് വിളിക്കുക. ഏതായാലും ഇപ്പോൾ സുഡാപ്പിയുള്ള കൂട്ടത്തിൽ ഒരു IAS ഉദ്യോഗസ്ഥൻ കൂടി വന്നിരിക്കുകയാണ്. എന്തായാലും മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂർ ആസ്ഥാനമായിട്ടൊരു ജില്ല വരട്ടെ. ശക്തമായ രീതിയിൽ ജനങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രതികരിക്കണം, പ്രതിഷേധിക്കണം, അതിന് വേണ്ടിയിട്ട് ആവശ്യങ്ങൾ ഉന്നയിക്കണം. നോക്കൂ, ഒരു കലക്ടർ വരെ അത് പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തിനാണ് ഈ രാഷ്ട്രീയ വിയോജിപ്പ് കൊണ്ട് നിൽക്കണമെന്നാണ്. അത് SDP ആണ് രംഗത്ത് വരുന്നത്. അവരോടൊപ്പം നിന്ന് അത് ആ നിലക്ക് തന്നെ അനുവദിച്ചു കൊടുത്ത് ജനങ്ങളെ രക്ഷപ്പെടാൻ സംവിധാനം ഉണ്ടാക്കണം എന്നുള്ളത്. അല്ലാതെ സംഖ്യയാള് എന്താ വിചാരിക്കാന്ന് കരുതി നിന്നാലേ ഇതൊന്നും നടപടിയാകുന്ന കേസല്ല കേട്ടോ. അങ്ങനെ ദിലീപ് കൈനിക്കരയിൽ സുഡാപ്പിയായി മാറിയ ഒരവസ്ഥ ഉണ്ട്.